ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ റെസിപ്പീസൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പകരം ഞാൻ റമദാനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്ലീനിങ്ങിൻ്റെ ഭാഗവും മെറ്റൂസിൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിൽ തന്നെ ഞാൻ ഈ പൊടികളെല്ലാം ഇട്ട് വെക്കുന്ന ഡബ്ബകളും അതേപോലെ തന്നെ ഇതെല്ലാം വെക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് ക്യാബിനറ്റെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ചെറിയ മോളുള്ളത് കൊണ്ട് തന്നെ ഉള്ള ഉറങ്ങുന്ന സമയത്തും അതേപോലെ തന്നെ കരയാത്ത സമയത്തെല്ലാം ഞാൻ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിലെല്ലാം കൂടി സാധനങ്ങളെല്ലാം വലിച്ചിട്ട് ക്ലീനാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മോള് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാം കൂടി പിന്നെ എടുത്ത് അതിൽ തന്നെ വെക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഓരോ ക്യാബിനറ്റ് അങ്ങനെ വെച്ചിട്ടാണ് ക്ലീനാക്കിയിട്ട് ഈ റമദാനിൽ ക്ലീനാക്കി എടുത്തത്. അപ്പോൾ ഈ പൊടികളെല്ലാം ഇട്ട് വെക്കുന്ന ഡബ്ബകൾ ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ക്യാബിനറ്റെല്ലാം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ സുർക്കയും വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിൽ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് ക്യാബിനറ്റെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നന്നായിട്ട് കച്ചറ ഉണ്ടെങ്കിൽ സ്പോഞ്ചിൽ കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഇവിടെയെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് നനച്ചിട്ട് ക്യാബിനെല്ലാം തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഡബ്ബകളിലുള്ള പൊടികളെല്ലാം ഞാൻ ഓരോ പേപ്പറിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതന്നെ വലിയൊരു ടാസ്ക്കാണ് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പെട്ടെന്ന് എനിക്ക് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ മോള് കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പൊടികളെല്ലാം ഫുള്ളും ഇങ്ങനെ പേപ്പറിൽ ഇട്ട് വെച്ചിട്ടല്ലേ ഇല്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉണക്കിയെടുക്കണം വേഗം. പാത്രങ്ങളെല്ലാം പെട്ടെന്ന് ഉണക്കിയെടുത്ത് അതിന് ശേഷം അതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുകയും വേണം. അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയെല്ലാം ഒന്ന് തീർത്തുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫുൾ ക്ലീനിങ് വീഡിയോ ഒന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ബാൽക്കണിയിൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഡബ്ബകളെല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ അച്ചു ഇതാ ഡബ്ബകളെല്ലാം കഴുകിയ ഡബ്ബകളെല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാത്രങ്ങളെല്ലാം ഞാൻ വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റി പിരിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അലക്കാനിട്ടിട്ട് വരാം.
അപ്പോൾ ഇതാ മിച്ചൂസും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇടുന്ന മെഷർമെൻറ്റിലുള്ള തുണിയോ ഒന്ന് എടുത്തിട്ട് എനിക്ക് അലക്കാനുണ്ട്. അപ്പോൾ അതൊന്നും എടുത്തിട്ട് അലക്കാനിടട്ടെ. പാലക്കാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കട്ടെ. ഇത് നമ്മളെ വീട്ടിലുള്ള പൂച്ചയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നീലു എന്നാട്ടാ പേര്. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള കുപ്പികളെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് കഴുകി വെക്കുന്നുണ്ട്. ഇതാ ഡബ്ബകളെല്ലാം ഉണങ്ങിയതിൻ്റെ ശേഷം അതാത് കുപ്പികളിൽ ഞാൻ എല്ലാം ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വിരിച്ചു കൊടുക്കാനുണ്ട്. നോമ്പ് തുടങ്ങുന്ന തൊട്ട് ദിവസം മുന്നേ വരെ എനിക്ക് ക്ലീനിങ്ങിൻ്റെ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പുറത്ത് പോയ കുറച്ച് വിശേഷങ്ങളെല്ലാം കാണാം. അപ്പോൾ നമ്മൾ ബുറൈമാളാണ് വന്നിരിക്കുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സെൻറ്റർ പോയിൻ്റ് എന്നുള്ള ഷോപ്പിൽ നിന്നാണ് മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് നോക്കട്ടെ കുട്ടികൾക്കുള്ള ഡ്രസ്സെല്ലാം എങ്ങനെയുണ്ടെന്ന്.
അത്യാവശ്യം നല്ല ഡ്രസ്സുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പാർട്ടി വെയർ ഒന്നുമല്ല നോക്കുന്നത്, സാധാ നമുക്ക് കുട്ടികൾക്ക് കംഫർട്ടായിട്ടുള്ള പോലത്തെ ഡ്രസ്സാണ് ഞാൻ നോക്കുന്നത്, പാർട്ടി വെയർ ഒന്നും അല്ലാത്ത. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളറ് വളർത്തില്ലാത്ത കളറാണ്. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈസ് ഞാൻ 1 ഇയർ ആണ് നോക്കുന്നത്. അപ്പോൾ സൈസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 89 ആണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല നല്ല ഡ്രസ്സ് ഉണ്ട് ഇവിടെ. ഇതേപോലത്തെ പാർട്ടി വെയർ ആയിട്ടുള്ള ഫ്രോക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മിച്ചൂസിന് അവിടുന്ന് ഡ്രസ്സ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മാക്സിലാണ് വന്നത്. മാക്സിൽ നിന്ന് അച്ഛനെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മക്കൾക്കെടുത്ത ഡ്രസ്സെല്ലാം ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മാക്സിലും അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചെറിയ മക്കളെ ഷൂസും കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മാക്സിൽ നമ്മൾ ബില്ല് ചെയ്യുന്ന ആ സ്ഥലത്ത് ഇതേപോലത്തെ കുറച്ച് ഹെയർ ബാൻഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ അധികം ഇവിടുന്ന് എടുക്കലുണ്ട്. അപ്പോൾ ഒരുപാട് ഹെയർ ബാൻഡെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടുന്ന് ഡ്രസ്സെല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് RMBയിലാണ്. RMBയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷോപ്പാണ് RMB. അപ്പോൾ അവിടെയും ഇതേപോലത്തെ ഒരുപാട് മക്കൾക്കുള്ള ഒരുപാട് ഹെയർ ആക്സസറീസെല്ലാം ഉണ്ട്. ഞാൻ അധികം ഷോപ്പിങ്ങിന് വന്നാൽ ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ അടുത്താണ് അധികം ഉണ്ടാവുക. ഇതെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതും വലിയ ആൾക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഹെയർ ആക്സസറീസാണ്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഞാൻ അധികം RMBന്നാണ് ഷോള് നോക്കുക. ഇവിടെ അധികം എനിക്ക് നല്ലതായിട്ട് തോന്നലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രൈസും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഷോള് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലോത്ത്. അപ്പോൾ ഇതും ഒരു മസ്റ്റാർഡ് യെല്ലോ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സെല്ലാം എടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ മാളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ KFC വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ KFC എല്ലാം വാങ്ങിയിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോൾ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും. റമളാൻ കരീം.